ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ICDS സൂപ്പർവൈസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. 2004 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ 1 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമായ വരിക വരിക സഹചരേ സഹന സമര സമയമായി എന്ന് തുടങ്ങുന്ന പാട്ട് രചിച്ചതാരാണ്? അംശി നാരായണപിള്ള. അംശി നാരായണപിള്ളയാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമായ വരിക വരിക സഹചരേ സഹന സമര സമയമായി എന്ന് തുടങ്ങുന്ന പാട്ട് രചിച്ചത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മതൻ ഭാഷതാൻ ഈ കവിത രചിച്ചത് വള്ളത്തോൾ നാരായണമേനോനാണ്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ ഈ കവിത രചിച്ചത് കുമാരനാശാനാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ഈ കവിത രചിച്ചത് പന്തളം KP രാമപിള്ളയാണ്. ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി ഈ കവിത രചിച്ചത് ബോധേശ്വരനാണ്. ഈ കവിതയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. അയിത്ത ആചാരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? വൈക്കം സത്യാഗ്രഹം. അയിത്ത ആചാരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. വൈക്കം സത്യാഗ്രഹമായിരുന്നു അത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 603 ദിവസങ്ങൾ സമരം നീണ്ടുനിന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചത് 1999 മാർച്ച് 30 ഗുരുവായൂർ സത്യാഗ്രഹം 1931 കൊച്ചിയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചതാരാണ്? ഡച്ചുകാർ. ഡച്ചുകാരാണ് കൊച്ചിയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. ബോൾഗാട്ടി പാലസ് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1744 ഡച്ചുകാർ പണിതാണ് ബോൾഗാട്ടി പാലസ്. കേരളീയ മാതൃകയിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മന്ദിരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പണിത കോട്ട ഫോർട്ട് മാനുവലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു തന്നെയാണ്. ഇന്ത്യയിൽ സിവിൽ സർവീസ് ആക്ട് പാസ്സാക്കിയത് കാനിങ് പ്രഭുവിൻ്റെ ഭരണകാലത്താണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. കേരള പിറവിക്ക് ശേഷം അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാര്? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള പിറവിക്ക് ശേഷം അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി. VR കൃഷ്ണയ്യർ നിയമം, ഇലക്ട്രിസിറ്റി എന്നീ വിഭാഗങ്ങളായിരുന്നു. നിയമവും ഇലക്ട്രിസിറ്റിയുമായിരുന്നു VR കൃഷ്ണയ്യർ. C അച്യുതമേനോൻ ധനകാര്യ വകുപ്പായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. C അച്യുതമേനോൻ ധനകാര്യം. KR ഗൗരിയമ്മ റവന്യൂ എക്സൈസ് വകുപ്പുകളായിരുന്നു. KR ഗൗരിയമ്മ റവന്യൂ എക്സൈസ് മന്ത്രിയായിരുന്നു ആദ്യത്തെ കേരള മന്ത്രിസഭയിൽ. ഇന്ത്യയെ കണ്ടെത്താൻ എന്ന പ്രസിദ്ധ ഗ്രന്ഥം രചിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധ ഗ്രന്ഥം രചിച്ചത്. ബുദ്ധൻ ചിരിക്കുന്നു എന്നത് ഒരു പരീക്ഷണത്തിൻ്റെ രഹസ്യ സന്ദേശമാണ്. ഏതാണ് ഈ പരീക്ഷണം? 1974 അണു ആയുധ വിസ്ഫോടനം. 1974 അണു ആയുധ വിസ്ഫോടനമാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്.
1998 മെയ് 11 ഇന്ത്യയുടെ രണ്ടാമത്തെ അണുപരീക്ഷണം. ഇതിന് നൽകിയ രഹസ്യ കോഡ് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നാണ്. ലോകത്തിലെ ആദ്യ അണുപരീക്ഷണം നടന്നത് 1945 ജൂലൈ 16 അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ അലമൊഗോർഡയിലാണ്. ഈ പരീക്ഷണത്തിന് നൽകിയ രഹസ്യ കോഡ് ത്രിമൂർത്തികൾ എന്നായിരുന്നു. സോവിയറ്റ് യൂണിയൻ ആദ്യമായി അണുപരീക്ഷണം നടത്തിയത് 1945 ഓഗസ്റ്റ് 29 ഇതിന് നൽകിയ രഹസ്യനാമം ഫസ്റ്റ് ലൈറ്റനിങ് എന്നാണ്. ഫസ്റ്റ് ലൈറ്റനിങ്. അമ്ലമഴയ്ക്ക് ഹേതുവായ വാതകം സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡാണ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയുടെ pH മൂല്യം 5.6 അമ്ലമഴയുടെ pH മൂല്യം 5.6 സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണഘടനയ്ക്കെതിരെ നടന്ന വിപുലമായ സമരം. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരമാണ് സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണഘടനയ്ക്കെതിരെ നടന്ന വിപുലമായ സമരം. അമേരിക്കൻ ഭരണം അറബിക്കടലിൽ എന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. അമേരിക്കൻ ഭരണം അറബിക്കടലിൽ. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. പുന്നപ്ര ആലപ്പുഴ ജില്ലയിലാണ്. ഈ സമരത്തെ തുടർന്നാണ് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിച്ചത്. കയ്യൂർ സമരം നടന്നത് 1941 കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകം രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകം രചിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവുമാണ്. സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വെടിവെട്ടം, രജനീരംഗം, പോംവഴി, VTയുടെ തിരഞ്ഞെടുത്ത ഉപന്യാസങ്ങൾ എന്നിവ പ്രധാന കൃതികളാണ്. ഗോസായി പറഞ്ഞ കഥ, അഗ്നിസാക്ഷി, നിശബ്ദ സംഗീതം, പുനർജന്മം എന്നിവ ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഗോസായി പറഞ്ഞ കഥ, അഗ്നിസാക്ഷി, നിശബ്ദ സംഗീതം, പുനർജന്മം. 1977 അഗ്നിസാക്ഷി എന്ന നോവലിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. പ്രഥമ വയലാർ പുരസ്കാരത്തിന് അർഹമായ കൃതി അഗ്നിസാക്ഷിയാണ്. അടുത്തു വരുന്ന ക്വസ്റ്റ്യൻസ് സയൻസിൽ നിന്നാണ്, ജനറൽ സയൻസിൽ നിന്നാണ്. മനുഷ്യൻ്റെ സാധാരണ ശരീര ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യൻ്റെ സാധാരണ ശരീര ഊഷ്മാവ്. ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ ചെയ്ത് 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. സ്കർവിയാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. ബെറിബറി വിറ്റാമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തതയാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അഥവാ കണയാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അഥവാ കണയാണ്. സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. രോഗപ്രതിരോധ ശക്തി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധ ശക്തി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ. വെളുത്ത രക്താണുക്കൾ. ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന രക്താണുവാണ് ശ്വേതരക്താണു. അസ്ഥിമജ്ജ, ലിംഫ് ഗ്രന്ഥികൾ, പ്ലീഹ എന്നിവിടങ്ങളിലാണ് ശ്വേതരക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത്. രക്തത്തിൽ 3% മാത്രം അടങ്ങിയ രക്താണുവാണ് ശ്വേതരക്താണു. രക്തത്തിൽ ശ്വേതരക്താണുക്കളുടെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ലുക്കീമിയാണ്. എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന രക്താണുവാണ് അരുണ രക്താണുക്കൾ. അരുണ രക്താണുവിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു
ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. അരുണരക്താണുക്കളുടെ ആയുസ് 120 ദിവസം വരെയാണ്. അസ്ഥിമജ്ജയിലാണ് അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത്. കുഞ്ഞുങ്ങളുടെ ശ്വസന നിരക്ക് സാധാരണ മുതിർന്നവരേക്കാൾ കൂടുതലായിരിക്കും. കുഞ്ഞുങ്ങളുടെ ശ്വസന നിരക്ക് സാധാരണ മുതിർന്നവരേക്കാൾ കൂടുതലായിരിക്കും. സാധാരണ വയറിളക്ക രോഗങ്ങളിൽ ജലനഷ്ടമുണ്ടാകുമ്പോൾ കുട്ടികളിൽ കണ്ടുവരാത്ത ഒരു ലക്ഷണം. ശരീര ഊഷ്മാവ് വർദ്ധിക്കുന്നു. സാധാരണ വയറിളക്ക രോഗങ്ങളിൽ ജലനഷ്ടമുണ്ടാകുമ്പോൾ കുട്ടികളിൽ കണ്ടുവരാത്ത ഒരു ലക്ഷണമാണ് ശരീര ഊഷ്മാവ് വർദ്ധിക്കുന്നത്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ്. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഇതിൻ്റെ മുഴുവൻ പേര് ഈഡിസ് ഈജിപ്തി എന്നാണ്. എയ്ഡിസ് ഈജിപ്തി എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. മലേറിയ പരത്തുന്നത് അനോഫിലസ് കൊതുകുകളാണ്. അനോഫിലസ് കൊതുകുകൾ മലേറിയ പരത്തുന്ന കൊതുകുകളാണ്. മന്ദരോഗം പരത്തുന്നത് ക്യൂലക്സ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. മന്ദരോഗം പരത്തുന്നത് ക്യൂലക്സ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് 1000-ന് -14. കേരളത്തിലെ ശിശുമരണ നിരക്ക് 1000-ന് 14ആണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ഗ്രാമം വെങ്ങാനൂരാണ്. തിരുവനന്തപുരത്തെ വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളമാണ്. BCG കുത്തിവയ്പ് കൊണ്ട് തടയാവുന്ന രോഗം ക്ഷയരോഗം. ക്ഷയരോഗമാണ് BCG കുത്തിവയ്പ് കൊണ്ട് തടയാവുന്ന രോഗം. മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന തരം ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗമാണോ? BCG എന്നാൽ ബാസിലസ് കാൽമറ്റെ ഗ്യൂറിൻ എന്നാണ് ഫുൾ ഫോം. ഇത് കണ്ടെത്തിയത് 1922 പാരീസിലുള്ള ലിയോൺ ക്യാമിറ്റയും ക്യാമിറ്റേഗറിയും ചേർന്നാണ്. മുലപ്പാലിൽ എത്ര ഊർജം അടങ്ങിയിട്ടുണ്ട്? 70 കലോറീസ് പെർ 100 ml. 100 ml 70 കലോറി ഊർജം അടങ്ങിയിരിക്കുന്നു. യൂണിസെഫിൻ്റെ ഏഷ്യയിലെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലാണ് യൂണിസെഫിൻ്റെ ഏഷ്യയിലെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. യൂണിസെഫ് എന്നാൽ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടാണ്. ഇത് രൂപം കൊണ്ടത് 1946 യൂണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബാക്കിയൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.